തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് കുറേ മോഹങ്ങളൊക്കെ ഉണ്ടായിട്ട് കാലം കുറേയായി. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് മാറി ഒരു തമിഴ്നാട് രാജ്യമുണ്ടാവണം എന്ന് സ്റ്റാലിൻ മാത്രമല്ല, കട്ടിംഗ് സൗത്ത് എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ ദക്ഷിണേന്ത്യ ബി ജെ പി ഇന്ത്യ മുഴുവൻ BJP വളർന്നുകൊണ്ട് ദക്ഷിണേന്ത്യ മുറിച്ച് മാറ്റി വേറെ രാജ്യമാക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കർണാടകയിൽ BJP ഉണ്ട്, കേരളത്തിലും അതിവേഗം വളരുന്ന പാർട്ടി BJP ആണ്, തമിഴ്നാട്ടിലും BJP വളർന്നുകൊണ്ടിരിക്കുന്നു, തെലങ്കാനയിലുണ്ട്, ആന്ധ്രയിൽ ഭരണത്തിലുണ്ട്. അതുകൊണ്ട് കട്ടിംഗ് സൗത്ത് ഒന്നും അത്ര എളുപ്പമല്ല. അതുകൊണ്ട് സ്റ്റാലിൻ ഇപ്പോൾ തമിഴ്നാട്ടിൽ പ്രമേയം പാസാക്കിയിരിക്കുക, തമിഴ്നാടിന് ഓട്ടോണമി, സ്വയം ഭരണാവകാശം വേണം. അതെ, ഈ കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ എൻ്റെ മനസ്സിൽ തോന്നിയത് അതുമായി പറഞ്ഞു കിടക്കുന്നവരെ മൊത്തത്തിൽ ഷേവ് ചെയ്യും, അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാലിൻ ഇന്ന് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ റൂൾ 110 നിയമസഭയിലുണ്ടല്ലോ, അതനുസരിച്ചിട്ട് സഭാ നേതാവ് ഒരു പ്രത്യേക കാര്യത്തിനെ പറ്റി അയാൾക്ക് സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷം മിണ്ടാതെ എല്ലാം കേട്ടോളണം. അതാണ് ഈ റൂൾ 110 പ്രത്യേകത. അവർക്ക് ഇതിൽ എതിർക്കാനോ ഒന്നും പറയാനും ഒരു നിവൃത്തിയില്ല. അങ്ങനെ 110 അനുസരിച്ചിട്ടുള്ള ഒരു പ്രസ്താവന സ്റ്റാലിൻ നടത്തുന്നു, ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു. അപ്പോൾ അതിൽ സ്റ്റാലിൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വയം ഭരണം സംസ്ഥാനങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഒരു ഉന്നതതല അതിന് ശുപാർശകൾ സമർപ്പിക്കാൻ വേണ്ടി ഗവേഷണമൊക്കെ നടത്തി ശുപാർശകൾ സമർപ്പിക്കാനായിട്ട് 3 അംഗ സമിതിയെ വെക്കുന്നു, ഉന്നതതല സമിതി. ഈ സമിതിയുടെ ചെയർമാൻ റിട്ടയർ ചെയ്ത സുപ്രീം കോടതി ജസ്റ്റിസ് കുര്യൻ ജോസഫ്, നമ്മുടെ കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്നു, നമ്മുടെ അങ്കമാലി. അതെ. പിന്നെ അതിൽ അംഗങ്ങൾ ബ്യൂറോക്രാറ്റുകൾ, അവിടെ ഉദ്യോഗസ്ഥരായിരുന്ന അശോക് ഷെട്ടി, നാഗരാജൻ, അങ്ങനെ 2 പേര് അതിൻ്റെ അകത്തുണ്ട്. ജസ്റ്റിസ് കുര്യൻ ജോസഫ് റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പദവിയൊന്നും കിട്ടാതിരിക്കുകയായിരുന്നു. പിന്നെ തമിഴ്നാട്ടിൽ നിന്നെങ്കിലും കിട്ടിയല്ലോ, 2 കൊല്ലം നടക്കാം, തമിഴ്നാട്ടിൽ സുഖമായി നടക്കാം, ചെറിയ കാര്യമല്ല. അതായത് അടുത്ത ജനുവരിയിൽ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കും. മൊത്തം 2 വർഷം വേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്, റിപ്പോർട്ട് പൂർത്തിയാകാൻ വേണ്ടി. ഇതിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പ്രസ്താവനയിൽ. അത് നീറ്റ് പരീക്ഷ, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. അതെ, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. അത് തമിഴ്നാട്ടിൽ സ്വന്തം നിലയ്ക്കാണ് നടത്തിക്കൊണ്ടിരുന്നത് അവിടെ. അത് പറ്റില്ല, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒറ്റ ടെസ്റ്റ്, മെഡിക്കൽ പ്രവേശനത്തിന് വേണ്ടി. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ കുറെ കുട്ടികൾക്ക് പ്രവേശനം കിട്ടാതെ പോയി എന്ന് സ്റ്റാലിൻ വിലപിച്ചു. ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തിനും പരാതിയില്ല, സ്റ്റാലിന് മാത്രം. അത് സ്വന്തം നിലയ്ക്ക് പല തരികിടയും അതിൻ്റെ അകത്തുണ്ടായിപ്പെട്ട ആളുകളെ കുത്തിക്കയറ്റാനുള്ള പരിപാടി. DMK മന്ത്രിമാർക്കൊക്കെ എഞ്ചിനീയറിംഗ് കോളേജും പലതരം കോളേജുകളും ഒക്കെ എല്ലാവർക്കും ഉണ്ട്, ഒരുപാട് കോളേജുകളിലും ഒക്കെ ഉണ്ട്. പിന്നെ NEP, നാഷണൽ എഡ്യൂക്കേഷൻ, ദേശീയ വിദ്യാഭ്യാസ നയം, അത് വെച്ചിട്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു. അതിന് മറുപടി മോദിയും അമിത്ഷായും പറഞ്ഞിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജുകളിലും ഒക്കെ തമിഴിൽ പഠിപ്പിക്കാൻ. അത് മാത്രമല്ല, ആദ്യം മോദി മറ്റൊന്നുമില്ല, ആദ്യം പിന്നെ ഇംഗ്ലീഷ് മാറ്റി തമിഴിൽ നിന്ന് ഒപ്പിടാൻ പഠിക്കണം. സ്റ്റാലിൻ്റെ ഒപ്പ് സ്റ്റാലിൻ ഇംഗ്ലീഷില. അതെ, എല്ലാവരും ഒപ്പിടുന്നത് ഇംഗ്ലീഷിലാണ്. നരേന്ദ്രമോദി ഈയിടെ നാഗ്പൂരിൽ പോയിരുന്നല്ലോ. ആ സമയത്ത് അവിടെ ആ സ്മൃതി മന്ദിരത്തിൽ അദ്ദേഹം അവിടുത്തെ സന്ദർശക പുസ്തകത്തിൽ എഴുതി ഒപ്പിട്ടിട്ടുണ്ടല്ലോ, അത് ഹിന്ദിയിലാണ് ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ട് ഇവർക്ക് പഠിച്ചോളൂ, തമിഴിൽ സ്റ്റാലിന് ഒപ്പിട്ടു. അതിനൊക്കെ മുമ്പ് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ മലയാളത്തിൽ ഒപ്പിടുന്നത്. ആണോ? എൻ്റെ ഒപ്പ് മലയാളമാണ്. സ്റ്റാലിൻ്റെ ഈ മാർക്കുകളൊക്കെ ഇപ്പോൾ അടുത്തിടെ മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതൊക്കെ ഉണ്ടല്ലേ, 10ാം ക്ലാസ്സിൽ മൊത്തത്തിൽ തോറ്റുപോകുന്ന മാർക്കുകളാണുള്ളത്. ഇംഗ്ലീഷിൽ 1-1 മാർക്ക്. അപ്പോൾ പൊതുവെ ഭാഷയുടെ ഒരു വെറുപ്പ് വളർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ തോറ്റുപോയാലെന്ത്, പണം ഉണ്ടായാൽ എല്ലാം മാറില്ലേ? അതെ, അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇവര് ഗവേണൻസ്, പോളിസി മേക്കിംഗ്, ഭരണം, നയം, ഈ കാര്യങ്ങളിലൊക്കെ സംസ്ഥാനങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇത് സംയുക്തമായി, അതുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രമായി ഭരിക്കാനും
നയങ്ങൾ രൂപവൽക്കരിക്കാനുള്ള വഴികളെന്ത്. ഇതിൽ ഈ സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ സ്വാതന്ത്ര്യവും ഓട്ടോണമിയിൽ ഉള്ളതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അല്ല, ഇതൊക്കെ വെറുതെ നാടകങ്ങളാണ് സാർ. ഒരു പ്രമേയം പാസ്സാക്കിയാൽ പോലും അത് നിയമമൊന്നുമല്ല. അസംബ്ലി പ്രസംഗിക്കാം, അത്രയേ ഉള്ളൂ. മാത്രമല്ല, ഒരു പ്രമേയം പാസ്സാക്കിയാൽ അപ്പോൾ CAA-ക്കെതിരെ പിണറായി വിജയൻ പ്രമേയം പാസ്സാക്കി, വഖഫ് നടപ്പാക്കത്തില്ലെന്ന് മമത പറയുന്നു. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതൊക്കെ രാജ്യത്തെ നിയമം പാലിച്ചേ പറ്റുള്ളൂ. ഇനി മാത്രമല്ല, ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയുന്നൊരു തെറ്റിദ്ധാരണയുണ്ട്, ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റാണ്. അല്ല, ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യ ഒരു സംസ്ഥാനങ്ങളുടെ ഒരു ഫെഡറേഷനാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അതാണ്. ഫെഡറലിസം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഈ ചർച്ച ഭരണഘടനാ നിർമ്മാണ സഭയിൽ വന്നിരുന്നു. അതെ, ഫെഡറലിസം എന്നത് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. അമേരിക്കയിലും അല്ലെങ്കിൽ ഇപ്പോൾ പഴയ സോവിയറ്റ് യൂണിയനിൽ സ്റ്റേറ്റുകൾ ഫെഡറേഷൻ പിരിഞ്ഞുപോയി. അങ്ങനെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് ഒരു കാരണവശാലും പിരിഞ്ഞു പോകാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും പിരിഞ്ഞു പോകാൻ തീരുമാനിച്ചാൽ ആ സെക്കൻഡിൽ അതിനെ പിരിച്ചുവിടും, പട്ടാളം ഇവിടെ വരും. സോവിയറ്റ് യൂണിയനിൽ ഫെഡറേഷൻ ആയിരുന്നത് കൊണ്ട് ഈ സ്വയം നിർണയാവകാശം എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയെ പറ്റി ലെനിനും സ്റ്റാലിനും തമ്മിൽ നീണ്ട വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേരും പറയുന്നത് ശരിയല്ല. കാരണം ഈ ജോർജിയയിൽ നിന്നുള്ള ആളായിരുന്നു സ്റ്റാലിൻ. അത് 2500 കിലോമീറ്റർ അകലെയായി മോസ്കോയിൽ. അപ്പൊ അയാൾക്ക് ഇത് വേണം എന്നൊക്കെയുള്ള അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു. അത്രയും ദൂരത്തിലല്ലേ. ലെനിൻ അതിന് വിയോജിച്ച് നിന്നിരുന്നു. ഈ സ്വയംഭരണത്തിന്റെ കമ്മിസാറും ഒക്കെ ആയിരുന്നു സ്റ്റാലിൻ. അല്ല, ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ അമേരിക്കയ്ക്കാണെങ്കിൽ പോലും അമേരിക്കയിലെ ചില സ്റ്റേറ്റുകൾക്ക് കുറെ ഗവർണർമാർക്ക് കുറെ അധികാരങ്ങളുണ്ട്. പക്ഷെ എന്നാൽ പോലും അമേരിക്കയിൽ നിന്ന് വിട്ടുപോകാനുള്ള അവകാശം, പ്രശ്നമൊന്നുമില്ല. സൈന്യം, ധനകാര്യം തുടങ്ങിയുള്ള ചില അവകാശങ്ങൾ, വിദേശകാര്യം, ഇതൊക്കെ കേന്ദ്രത്തിനാണ്. പിന്നെ 3 തരത്തിലുള്ള ലിസ്റ്റുകളുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, സെൻട്രൽ ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഈ കൺകറന്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസമൊക്കെ വരുന്നത്. പക്ഷേ അതിനകത്തൊരു വ്യവസ്ഥ എന്ന് വെച്ചാൽ കൺകറന്റ് ലിസ്റ്റിൽ സംസ്ഥാനങ്ങൾക്ക് സ്വന്തം വിലയ്ക്ക് നിയമം ഉണ്ടാക്കാം. പക്ഷെ ആ നിയമം കേന്ദ്ര നിയമത്തിനെതിരാണെങ്കിൽ കേന്ദ്ര നിയമവും നിലനിൽക്കുള്ളൂ. ഇതൊക്കെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതാണ്. സ്റ്റാലിൻ അവിടെ കിടന്ന് മുക്കറയിട്ടിട്ട് വല്ല കാര്യം. മുക്കറയിടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ വാദ്രയൊക്കെ ചെല്ലുന്നുണ്ടല്ലോ ഒരു സ്ഥലത്ത്, അവിടെയൊക്കെ പീഡിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ച് സ്റ്റാലിനെ സംബന്ധിച്ച് സ്റ്റാലിൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സംശയം. സ്റ്റാലിൻ വല്ലാതെ ഭയന്നിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടിൽ വലിയ അഴിമതി. രണ്ടാമത്തത് ഇപ്പോൾ വീണ്ടും BJPയും AIADMKയുമായിട്ടുള്ള മുന്നണി വരുന്നു. ഭരണത്തിനെതിരായ ജനവികാരം, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് തൻ്റെ സർക്കാർ അടുത്തത് 2016 തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുമെന്നൊരു പേടിയുണ്ട്. അതിനു മുമ്പ് ഈ തമിഴൻ്റെ സ്വാഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടി താൻ എന്തൊക്കെയോ ചെയ്യുന്നു കാട്ടിക്കൂട്ടുക, പറ്റുമെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കൊണ്ടൊന്ന് പിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക, എന്നിട്ട് രക്തസാക്ഷിയായിട്ട് തിരിച്ചു വരാമോ എന്നുള്ള തന്ത്രങ്ങളാണ് നോക്കുന്നത്. അല്ലാതെ അവിടെ പോയി 1 ടൺ പ്രകാരം സ്റ്റാലിൻ പ്രസംഗിച്ചതുകൊണ്ട് ഒരു പിണ്ണാക്കം നടക്കാൻ പോകുന്നില്ല. ഒരിക്കൽ പോലും ഈ മോദിയുടെ 2ാം ഊഴമാണല്ലോ, ഒരിക്കൽ പോലും മറ്റേ പിരിച്ചുവിട്ടിട്ടില്ല. മോദി ഈ 11 വർഷത്തിനിടയ്ക്ക് പിരിച്ചുവിട്ടിട്ടില്ല. അതൊക്കെ ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ പരിപാടികളായിരുന്നു. 10-15 സർക്കാരുകളൊക്കെ പിരിച്ചു. അതെ, അതിന്റെ കണക്കുണ്ട്, കണക്ക് കിട്ടും, അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ വായിച്ചിരുന്നു. ഇത്ര സർക്കാരുകളെ പിരിച്ചുവിട്ടു, നെഹ്റു ഇത്ര സർക്കാരുകളെ പിരിച്ചുവിട്ടു, ഇവരിത്ര സർക്കാരുകളെ പിരിച്ചുവിട്ടു. ഇവർക്ക് സൂക്കേടുണ്ടായിരുന്നല്ലോ. വേറെ സർക്കാരുകൾ ഭരിക്കുമ്പോൾ ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടിയ ആ സർക്കാരുകളൊക്കെ പിരിച്ചുവിടുമായിരുന്നു അവര്. അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ത്രിഭാഷാ പദ്ധതി, ഈ കുര്യൻ ജോസഫിനെ പറ്റി കൂടി എൻ്റെ ഓർമ്മയിൽ വന്നു. അദ്ദേഹം സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്ന കാലത്ത് പറയാത്തൊരു കാര്യം റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു. സുപ്രീം കോടതിയുടെ മുദ്രയില് യഥോ ധർമ്മസ്തോ ജയ എന്നുണ്ട്. അത് മാറ്റണം എന്ന് പറഞ്ഞു. അതിന് കാരണമായിട്ട് പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. ധർമ്മം എന്ന് പറയുന്നത് സത്യമല്ല. ധർമ്മ ഈസ് നോട്ട് ട്രൂത്ത്. ഭരണഘടനയാണ് സത്യം. ഇങ്ങനെ പറഞ്ഞു കുര്യൻ ജോസഫ്. പിന്നെ സുപ്രീം കോടതി ഇരിക്കുമ്പോൾ ഇവർക്കൊരു ജഡ്ജ്മെന്റ് ഇറക്കിയാൽ പോരായിരുന്നോ? അങ്ങനെ പറയാമായിരുന്നു. കേരള ഹൈക്കോടതിയിലെ ഒരു മാന്യനായ ജഡ്ജിയായിരുന്നു കുര്യൻ ജോസഫ്. ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ ആ സമയത്ത് ഹൈക്കോടതിയിൽ ഒരു 10-12 വർഷക്കാലം, സാറിനറിയാമല്ലോ, നിയമകാര്യ ലേഖകനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഒരിക്കൽ, സാധാരണ കോടതി നേരത്തെ പിരിയും, പെൻഡിങ് കേസുകൾ തീർക്കാൻ വേണ്ടി കോടതി പിരിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു അരമണിക്കൂർ കൂടെ എക്സ്ട്രാ സിറ്റിംഗ് നടത്താൻ തീരുമാനിച്ച ജഡ്ജിയായിരുന്നു. ജെന്റിൽമാൻ.
വളരെ ജെന്റിൽമാൻ അതുപോലെ തന്നെ ദൈവഭയമുള്ള ആള്. ഒക്കെയുള്ള ഈ ഇതിനൊക്കെ പ്രഭാഷണങ്ങൾക്കൊക്കെ പോകുന്ന ആള്. അത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള സഭയോടാണെന്ന് പറയാൻ മടിയില്ലാത്ത ഒരു ന്യായാധിപനായിരുന്നു. പിന്നെ അദ്ദേഹം സുപ്രീം കോടതിയിൽ എത്തിയതിന് ശേഷം അദ്ദേഹത്തിന് ചില മാറ്റങ്ങൾ ഉണ്ടായോ എന്ന് സംശയിക്കുന്ന ചില ആളുകൾ അത് പത്രസമ്മേളനം അതെ പത്രസമ്മേളനത്തിൽ എഴുതി ഇറങ്ങി വരുന്നു ജഡ്ജിമാർ അങ്ങനെയൊക്കെയുള്ള. പിന്നെ വേറെ കാര്യമുണ്ട്, അദ്ദേഹം കേരളത്തിൽ UDF ഭരിക്കുമ്പോൾ UDF സർക്കാരിൻ്റെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു. കാരണം അന്ന് ഈ നിയമമന്ത്രി KM മാണിയായിരുന്നു. അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ സ്ഥാനം മന്ത്രിസഭയെ നയിക്കുന്ന കോൺഗ്രസിന് കൊടുക്കുമ്പോൾ നിയമമന്ത്രിയുടെ പാർട്ടിക്ക് അഡീഷണൽ AGയുടെ പോസ്റ്റ് കൊടുക്കുമായിരുന്നു. അങ്ങനെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു കുര്യൻ ജോസഫ്. ആ സമയത്ത് ഒരു ഇട്ടുപോക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ആ ഒരു രാഷ്ട്രീയമുണ്ട് ഇതിനൊക്കെ. രാഷ്ട്രീയമില്ല എന്നൊന്നും പറയണ്ട, രാഷ്ട്രീയമുണ്ട്. പിന്നെ അദ്ദേഹം വ്യക്തിപരമായ ഈസ് എ നൈസ് ഗൈ, ജെന്റിൽമാനാണ്, വളരെ പ്ലീസിങ് ആയിരുന്നു. എനിക്ക് വ്യക്തിപരമായി ആ സമയത്ത് ജഡ്ജി ആയിരിക്കുന്ന സമയത്ത് തന്നെ നല്ല വ്യക്തിപരമായി ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോഴും ആ ബന്ധമുണ്ട്. ഇത് കേട്ട എന്നോട് പിണങ്ങണ്ട. എനിക്ക് ഈ സനാതന ധർമ്മത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ സംശയം വന്നത്. അതുവരെ മാന്യനാണെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. യഥോ ധർമ്മസ്തോ ജയ, എവിടെയാണ് ധർമ്മമുള്ളത് അവിടെയാണ് വിജയം എന്നുള്ള ആപ്തവാക്യത്തിനെതിരെ സാർ അതിന് നമ്മുടെ സുപ്രീം കോടതിക്ക് താഴെയുള്ള എല്ലാ കോടതികളിലും എഴുതി വെച്ചിരിക്കുന്നത് സത്യമേവ ജയതേ എന്നാണ്. അപ്പോൾ എല്ലാ കോടതികളിലും നീതി നിഷേധിക്കപ്പെട്ട് സത്യം 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 എന്ന് പറയുന്നത് കണ്ണ് കെട്ടപ്പെട്ട നീതിദേവതയാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഒരിടത്തും സത്യത്തിൻ്റെ പേര് പറഞ്ഞ് എല്ലായിടത്തും നീതി നിഷേധിക്കപ്പെട്ട ഒരാൾക്ക് ധർമ്മം കൂടി നോക്കി നീതി കൊടുക്കാം എന്ന് തീരുമാനിക്കാൻ ഒരു കോടതി ഉണ്ടാവണമെന്നുള്ള മഹത്തായ സങ്കല്പത്തിലാണ് സുപ്രീം കോടതിയിൽ മാത്രം ധർമ്മത്തെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. അതൊരു വലിയ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്, കാഴ്ചപ്പാടാണ്. വലിയ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് മനസ്സിലായില്ല, അതാണ് കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.